ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സ്വീറ്റ് ഡിഷ് ആയിട്ടാണ് വന്നേക്കണേ. ഈ നവരാത്രി സീസണിൽ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മാംഗോ കേസരി. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓൾസോ അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഈ മാംഗോ കേസരി എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നമുക്ക് ആദ്യം മാംഗോ പ്യൂരേ ചെയ്തെടുക്കാം. അതിനു വേണ്ടി 1 കപ്പ് നല്ല പഴുത്ത മാങ്ങ മിക്സിയിലിട്ട് നല്ലോണം അടിച്ച് നമുക്കത് മാറ്റി വെക്കാം. അടുത്തത് ഒരു സോസ് പാനിൽ 1 കപ്പ് വെള്ളവും 1/2 കപ്പ് പാലും നമുക്ക് ചൂടാക്കാൻ വെക്കാം. പാല് ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ 1.5 കപ്പും നമുക്ക് ഫുള്ള് വെള്ളം തന്നെ ചേർക്കാം. വെള്ളം അവിടെ ചൂടായിക്കൊണ്ടിരിക്കട്ടെ. നമുക്ക് വേറൊരു അടുപ്പിലൊരു പാൻ വെക്കാം. പാൻ ചൂടായതിനു ശേഷം 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് 1/2 കപ്പ് റവയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഈ റവ നമുക്ക് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം റവ വറക്കാനായിട്ട്. ഞാനിവിടെ ഒരു 6 മിനിറ്റ് നേരത്തേക്കാണ് ഈ റവ വറക്കണത്. ഓൾസോ റവ വറക്കുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ റവ പെട്ടെന്ന് കരിഞ്ഞു പോവും. വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏത് സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ടോയെന്ന് ഒന്ന് ഉറപ്പ് വരുത്തണം. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷിൽ ഇതിനു മുമ്പ് വല്ല നോൺ വെജോ വേറെ എന്തെങ്കിലും കൂട്ടാനോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം കഴുകണം. അല്ലെങ്കിൽ ആ മസാലയുടെയോ അല്ലെങ്കിൽ ബാക്കി എണ്ണയുടെയൊക്കെ ഒരു സ്മെല്ലോ ടേസ്റ്റോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ റവ നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതിലേക്ക് ചൂടാക്കിയിരിക്കുന്ന വെള്ളവും പാലും ചേർക്കാം. വെള്ളം ചേർത്ത ഉടനെ നമ്മൾ കിച്ചടിക്കൊക്കെ ചെയ്ത മാതിരി ഒരു 2 മിനിറ്റ് പാന് മൂടി വെച്ച് റവ നല്ലോണം വേവിക്കാം. വെള്ളം ഭയങ്കരമായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് നല്ലോണം ചൂടായാൽ മതി. അപ്പൊ ഞാൻ എപ്പോഴും കുക്കിംഗ് തുടങ്ങുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെള്ളം ചൂടാക്കാൻ വെക്കുക. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതിലേക്ക് പ്യൂരി ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ ചേർക്കാം. മാംഗോ പ്യൂരി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് റവ വേവിച്ചെടുക്കാം. ഒരു 9 to 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ റവ വേവിക്കേണ്ടത്. അടി പിടിക്കാണ്ടിരിക്കാൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പാൻ തുറന്ന് നല്ലോണം ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇപ്പൊ റവ നല്ലോണം വെന്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കാൻ പോണത്. ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കണത്. ഞാൻ ചേർത്ത മാമ്പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് ചേർക്കണത്. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും പഞ്ചസാര ചേർക്കാം. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിന്റെ ഇഷ്ടം അനുസരിച്ച് കൂടുതലോ കുറവോ ചേർക്കാം. പഞ്ചസാര ചേർത്ത് നല്ലോണം ഇളക്കി നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് മൂടി വെക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ്സ് ആയി. നമ്മളുടെ കേസരി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കാം. അതിനു വേണ്ടി ഒരു 10 ഏലക്ക തൊലി കളഞ്ഞതും ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒരു മിക്സിയിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കാം. അടുത്തത് ഞാൻ ചേർക്കുന്നത് സ്ലൈസ്ഡ് ആൽമണ്ട്സ് ആണ്. ഇത് എനിക്കിവിടെ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടണോണ്ട് ഞാനത് ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിന് പകരം നെയ്യിൽ വറുത്തെടുത്ത കാഷ്യൂനട്ടോ മുന്തിരിങ്ങയോ ചേർക്കാം. ഫൈനലായിട്ട് ഒരു 2 സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർക്കുന്നത്. കേസരിക്ക് നല്ലൊരു നെയ്യിൻ്റെ ടേസ്റ്റ് വേണം. നമ്മുടെ കേസരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി വെച്ച് ഒരു 1/4 മണിക്കൂറിന് ശേഷം കഴിക്കാനായിരിക്കും ഏറ്റവും സ്വാദ്. ഈ വ്യത്യസ്തമായ ഒരു മാംഗോ കേസരി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്